സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴേ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ന്യൂസ് ചാനലും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിലേക്ക് തന്നെയാണ്. കാരണം നേപ്പാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തികൾ തന്നെയാണ്. നമുക്ക് സൗഹൃദപരമായ രാജ്യമാണ്. അത് മാത്രവുമല്ല മിക്ക സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞാൽ നേപ്പാളികളും മലയാളികളൊക്കെ തിങ്ങിക്കൂടി ജോലി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നേപ്പാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഇതാണ്. ഇനി ഗൾഫിലായാലും ശരി, കേരളത്തിലായാലും ശരി, എവിടെ ആയി കഴിഞ്ഞാൽ ഇപ്പോഴും നേപ്പാളികളുണ്ട്. ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിൽ, ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ നേപ്പാളികളേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ, ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നേപ്പാളികളുണ്ട്. അപ്പോൾ അവിടെയുള്ള വിപ്ലവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടതാണ്. ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-നും 30-നും മധ്യപ്രായമുള്ള ഒരുപാട് യുവാക്കൾ ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് ഏറ്റുമുട്ടുന്നതും അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള ഒരു 19 പേരെയാണ് ഇപ്പോഴും വെടിവെച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ നിരോധനം, 26ഓളം ആപ്പുകൾ നിരോധിക്കുന്നു, സോഷ്യൽ മീഡിയ ഉണ്ടാവില്ല എന്നുള്ള പ്രചാരണം മാത്രമാണോ? അല്ല, ഒരിക്കലുമല്ല. അവിടെ നേപ്പാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അതായത് കാഠ്മാണ്ഡുവിലും അതുപോലെ തന്നെയുള്ള ചില സിറ്റികളിൽ മാത്രമാണ് അവിടെ വികസനവും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. പല നേപ്പാളികളെയും നമ്മൾക്ക് പരിചയമുണ്ടാകാം. അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, അവിടെ ജീവിക്കാൻ ഒരു ഗതിയും പരഗതിയില്ലായിട്ടാണ്. നമ്മളൊക്കെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത് നല്ല സ്റ്റൈലുള്ള നല്ല സുന്ദര കുട്ടപ്പന്മാരാണ്. പക്ഷേ അവരുടെ നാട്ടിൽ അവർക്ക് ജീവിക്കണമെങ്കിൽ വലിയ പാട് തന്നെയാണ്. പൈസയില്ല മെയിനായിട്ട്. അതായത് പൈസയില്ല, ജോലിയില്ല, ഒന്നുമില്ല. പലപ്പോഴും തന്നെ നേപ്പാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യരാജ്യത്ത് അലയാൻ വേണ്ടി വിധിക്കപ്പെട്ടവർ തന്നെയാണ്. എന്തിനധികം പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ട്, ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. എന്തിനധികം പറയുന്നത്, ഇപ്പോഴും കേൾക്കുന്നൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയപ്പോഴേ അവിടത്തേക്ക് വരെ ആൾക്കാർ പോയിട്ടുണ്ട് എന്നാണ്. അതായത് തിരിച്ചു വരുന്നുള്ള ഒരു ഉറപ്പുമില്ല, പക്ഷേ പൈസക്ക് വേണ്ടിയിട്ട് മരിക്കാനും തയ്യാറായിട്ട് ഒരുപാട് പേര് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴൊക്കെ കേൾക്കുന്നത്. അപ്പം ഇങ്ങനെ നേപ്പാളികൾ ഒരു വല്ലാത്ത പിടിച്ച അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളെ നിരോധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ മന്ത്രിമാരുടെ മറ്റേവരുടെ മക്കളും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആർഭാട ജീവിതം നയിക്കുന്നു, അതുപോലെ തന്നെ ആർഭാടമായിട്ട് പോസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു മറ്റുള്ള തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇല്ല എന്നൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഇതുപോലെ അഴിമതി കൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നുള്ളൊരു ബോധം ചിലപ്പോൾ നേപ്പാളികൾക്കെല്ലാം വന്നുകൂടായില്ല. അവർക്കൊക്കെ വരും. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നാൽ. അപ്പോൾ അതിനെതിരെ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 8-ാം തീയതിയാണ് ഒരു 10,000-ഓളം യുവാക്കൾ എന്നെല്ലാം പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും തമ്പടിച്ചു വന്നൊരു പ്രക്ഷോഭം. അതായത് ഇതുവരെ നേപ്പാളികൾക്ക് ഇത്രമാത്രം പ്രക്ഷോഭങ്ങൾ നടത്താനുള്ള കഴിവുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ കാണുന്നതും അതുപോലെ തന്നെ ചില വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്ക് തന്നെ അതിശയം തോന്നുകയാണ്. കാരണം ഇത്രമാത്രം പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിചാരിക്കുന്നത് ചെറുതൊന്നല്ല. നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ അവിടെ ടൂർ പോയിട്ടൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ ഇന്നോ ഇന്നലെയോ ആയിട്ട് ഇന്ത്യക്കാരുടെ ബസ് ആക്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് പേര് മലയാളികൾ തന്നെ കാഠ്മാണ്ഡുവിലും പല സ്ഥലങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അവിടത്തേക്ക് ടൂറ് പോയിരിക്കുന്ന കുറേ ആൾക്കാർ അവരെ ഒഴിപ്പിക്കുമ്പോഴും അതിൻ്റെ മറ്റൊരു സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അക്രമം നടക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ അയൽരാജ്യമായ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, നമുക്ക് കണ്ണിന് കുളിർമ തരുന്ന മനോഹരമായ ഒരു രാജ്യം തന്നെയാണ് ഈ നേപ്പാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അവിടെയുള്ള സഹോദരങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, ഇത് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇത്രയും പാവങ്ങളെ കുരുതി കൊടുത്തത്. അതായത് ഒരിക്കലും അത് പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികളാണ് അതിൽ പെട്ടുപോയത് എന്നുള്ളതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഓരോ മലയാളികൾക്കായാലും ഒരു ഇന്ത്യക്കാരനായാലും ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സൗഹൃദപരമായ ഒരു രാജ്യമാണ്. നമുക്ക് ആ രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വിസയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അവിടെ നമ്മളെ എന്താ പറയുക, പാസ്പോർട്ടോ ഇല്ലെങ്കിൽ ID കാർഡോ ഇതൊക്കെ മതിയാണ്. അങ്ങനെയൊക്കെ നമ്മളെല്ലാവരും ഒരുപാട് പേര് യാത്ര ചെയ്യുന്നതാണ്. ഒരുപാട് പേര് നമ്മളെ എന്താ പറയേണ്ടത്, അവിടെ നിന്നുള്ള വീഡിയോസുകളെടുത്ത് നമുക്ക് ഒരുപാട് പേര് നമ്മുടെ കൺമുന്നിൽ എത്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്താണ് പറയുന്നത് അവിടെ സോഷ്യൽ മീഡിയ നിരോധിക്കണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ ഇറങ്ങിയത്. പക്ഷേ സോഷ്യൽ മീഡിയ മാത്രമല്ല, അവിടെയുള്ള അഴിമതിക്കെതിരെയും അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, പിന്നെ ആ രാജ്യത്ത് അവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. കാരണം അവർക്ക് പൈസയില്ല. അതാണ് പ്രധാനപ്പെട്ടത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പോയിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എല്ലാവരും പോയി ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും തങ്ങൾക്ക് പോലും തരാൻ പോലും പൈസയില്ല, ജീവിക്കാൻ കഴിയുന്നില്ല, നല്ലൊരു ജീവിതം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല.
അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ പരമായിട്ടുള്ള അവഗണനകൾ പല സ്ഥലങ്ങളിലും അവർ നേരിടാറുണ്ട്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നല്ല, നേപ്പാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പോസ്റ്റിലൊന്നും നേപ്പാളികൾ ഉണ്ടാവില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഗൾഫ് രാജ്യത്ത് പോയി കഴിഞ്ഞാലും വലിയ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ വലിയ പോസ്റ്റുകളിൽ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ താഴ്ന്ന പോസ്റ്റുകളിലായിരിക്കും. അതായത് ക്ലീനിങ് ആയിട്ടും അതുപോലെ തന്നെ നേപ്പാളികളാണെങ്കിൽ എല്ലാം ചെയ്തുകൊള്ളും എന്നുള്ള ഒരു ഇതിലൊക്കെയാണ് ചില ആൾക്കാരൊക്കെ. അതെന്തുകൊണ്ട് അവർ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണ്. പല ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ഹിന്ദി അറിയില്ല, അതുപോലെ തന്നെ അങ്ങനെ ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, ആകെ അറിയുന്ന നേപ്പാളി ഭാഷകൾ മാത്രമായിരിക്കാം. അങ്ങനെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ നേപ്പാൾ. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഷയും കാര്യങ്ങളൊന്നും അറിയാതെ തന്നെ അവർ പല രാജ്യങ്ങളിലും പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതാണ്. അപ്പോൾ അവിടെയും അവർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെയൊക്കെ മക്കൾ ഇനി ഇത് അനുഭവിക്കാൻ പാടില്ല എന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള തലമുറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് പരമാവധി വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ എവിടെയും പോയിട്ട് തലകുനിച്ച് നിൽക്കേണ്ടി വരില്ല. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പണി എടുക്കേണ്ടി വരും, എന്ത് ജോലിയും ചെയ്യേണ്ടി വരും എന്ന് നേപ്പാളികൾക്കും കൃത്യമായിട്ടറിയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ജോലികൾക്ക് നേപ്പാളികൾ വരുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എല്ലാവരും വരുന്നുണ്ട്, അത് നേപ്പാളികൾ. പക്ഷേ നേപ്പാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ജോലി ചെയ്യുന്നത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും അവർ വൃത്തിയായിട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ വലിയ പ്രശ്നങ്ങളോ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്, നല്ല മനുഷ്യരാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അവരുടെ ആ രാജ്യത്ത് അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ 26 ആപ്പോളമാണ് അവിടെ നിരോധിക്കുന്നത് എന്നാണ് കേട്ടത്. പക്ഷേ അത് ഇപ്പോഴും നിരോധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഈ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ കൊണ്ട് അത്രയും ആൾക്കാരാണ് ഇത് വെളിയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ പ്രതിഷേധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നേപ്പാളി പൗരന്മാർ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് അത്രയും നമ്മൾ ഒരുപാട് പേര് അവിടെയായിട്ട് ബന്ധമുള്ളവരുണ്ട്. അതാണ് അറിഞ്ഞത്. ഇപ്പം നേപ്പാളിലൊക്കെ പോകുന്നവർക്ക് തന്നെ ഒരുപാട് പേര് ടൂറിസ്റ്റായിട്ട് ഇപ്പോൾ പോകുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നേപ്പാളിലേക്ക് പോകുന്നത്, ഇപ്പം എല്ലാവരും നേപ്പാളിലേക്കല്ലേ വിട്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ടൂർ ഓപ്പറേറ്റർമാരുണ്ട് അവിടെ ടൂറിസ്റ്റ് ഇത് നടത്തുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, ആ നേപ്പാളിൻ്റെ ഭംഗിയും കാഠ്മണ്ഡുവിൻ്റെ ഭംഗിയും പിന്നെ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ നേപ്പാൾ എന്ന് പറയുന്ന നഗരം കണ്ടത് തന്നെ എന്ന് പറഞ്ഞാൽ അക്കോസേട്ടൻ മോഹൻലാലിൻ്റെ പിന്നെ സിനിമയുണ്ട് യോദ്ധ. ആ യോദ്ധ എന്ന് പറയുന്ന സിനിമയിൽ തന്നെയാണ് നമ്മൾ ഈ നേപ്പാളൊക്കെ ഇത്രയും ഭംഗിയില്ലതാണെന്ന് മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. അതായത് അക്കോസേട്ടനെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല, അതുപോലെ തന്നെ നേപ്പാളിനെ നമ്മൾ മറക്കത്തില്ല. കാരണം നമ്മുടെ മലയാളികളുടെ ആ കണ്ണിൻ്റെ മുന്നിൽ ഇപ്പോഴും ആ ഒരു യോദ്ധ എന്ന് പറയുന്ന സിനിമ ഉണ്ട് എന്നുള്ളതാണ്. അതും നേപ്പാളികളും അത് നമ്മളെ ഓർക്കുന്നുണ്ട്. കേരളക്കാർ അതുപോലെ അക്കോസേട്ടൻ എന്നുള്ള വിളിയും കാര്യങ്ങളൊക്കെ അവരും ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.